ബുദ്ധിയുടെ ജി ഫാക്ടർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? സ്പിയർമാൻ. ശിക്ഷയുടെ പ്രധാന ഉദ്ദേശ്യം എന്താണ്? പെരുമാറ്റ നിയന്ത്രണം. മാനസിക വയസ്സ് അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? വിനെ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരിൽ ഒരാൾ ആരാണ്? കോഹ്ലർ. റീഇൻഫോഴ്സ്മെന്റ് എന്നത് എന്താണ്? പെരുമാറ്റം ശക്തമാക്കൽ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നത് എന്താണ്? അസൗകര്യം നീക്കം ചെയ്ത് പെരുമാറ്റം വർദ്ധിപ്പിക്കൽ. കുട്ടികളുടെ നൈതിക വികസനം പഠിച്ചത് ആര്? കോൾബർഗ്. റെഡിനെസ് ഫോർ ലേണിംഗ് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? തോണ്ടേക്ക്. ഇന്റലിജൻസ് ക്വോഷ്യന്റ് കണ്ടെത്താനുള്ള സൂത്രം ഏത്? MA/CA/100. ഒബ്സർവേഷണൽ ലേണിംഗ് എന്നത് എന്ത്? നിരീക്ഷണത്തിലൂടെ പഠനം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര്? പിയാഷെ. ഫർഗറ്റിംഗ് കർവ് അവതരിപ്പിച്ചത് ആര്? എബ്ബിംഗ്ഹൗസ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നത് എന്താണ്? ഒരു പഠനം മറ്റൊന്നിനെ സ്വാധീനിക്കൽ. പോസിറ്റീവ് ട്രാൻസ്ഫറിന് ഉദാഹരണം ഏത്? സൈക്കിൾ പഠിച്ചത് ബൈക്ക് പഠനത്തിന് സഹായം. മോട്ടിവേഷൻ എന്നത് എന്ത്? പഠനത്തിന് പ്രേരണ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉദാഹരണം ഏതാണ്? അറിവിനായി പഠിക്കൽ. താഴെ തന്നിരിക്കുന്നതിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണം ഏത്? സമ്മാനത്തിനായി പഠിക്കൽ. ഇന്റലിജൻസ് ടെസ്റ്റ് ആരുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിനെ. മെമ്മറിയുടെ ആദ്യ ഘട്ടം ഏതാണ്? എൻകോഡിംഗ്. ഷോർട്ട് ടേം മെമ്മറിയുടെ ശേഷി ഏകദേശം എത്രയാണ്? 7.2. ലോങ് ടൈം മെമ്മറിയുടെ സവിശേഷത ഏത്? ദീർഘകാല സംഭരണം. ലേണിംഗ് പ്ലേറ്റ്യൂ എന്നത് എന്താണ്? പഠന പുരോഗതി താൽക്കാലികമായി നിൽക്കൽ. ക്രിയേറ്റിവിറ്റി വികസിപ്പിക്കാൻ സഹായിക്കുന്നത് എന്താണ്? സ്വതന്ത്ര ചിന്ത. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നത് എന്താണ്? വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. അഡ്ജസ്റ്റ്മെന്റ് എന്നത് താഴെ പറയുന്നതിൽ എന്താണ്? പരിസ്ഥിതിയോട് ഇണങ്ങുക. പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഉദാഹരണം ഏതാണ്? റോർഷാക്ക് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എന്നത് എന്താണ്? കഴിവ് നേടാനുള്ള ശേഷി. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? പഠിച്ച അറിവ്. അറ്റൻഷൻ സ്പാൻ കൂടുതൽ ആയത് ഏത് പ്രായത്തിലാണ്? യൗവനം.
പ്ലേവേ മെത്തേഡ് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? ഫ്രോബൽ. ലേണിംഗ് ബൈ ഇമിറ്റേഷൻ എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൻഡൂറ. ലോ ഓഫ് ഇഫക്റ്റ് അവതരിപ്പിച്ചത് ആരാണ്? തോണ്ടേക്ക്. ലോ ഓഫ് എക്സർസൈസ് എന്ത് പറയുന്നു? ആവർത്തന പഠനം ശക്തമാക്കുന്നു. മെച്ചുറൈസേഷൻ എന്നത് എന്താണ്? ജൈവ വളർച്ച. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് ആരാണ്? പിയാഷെ. ഇന്റലിജൻസ് ഹെറിഡിറ്ററി ആണെന്ന് കൂടുതൽ വിശ്വസിച്ചത് ആരാണ്? ഗാൾട്ടൺ. ഇമോഷണൽ ഇന്റലിജൻസ് അവതരിപ്പിച്ചത് ആര്? ഗോൾമാൻ. ഗൈഡൻസ് ആവശ്യമായത് എന്തിനാണ്? ശരിയായ തീരുമാനത്തിന്. കൗൺസിലിംഗ് പ്രധാനമായും ഏതിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യക്തിഗത പ്രശ്നങ്ങൾ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശ്യം എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം. ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഡിസ്ലെക്സിയ. റെമഡിയൽ ടീച്ചിങ്ങിന്റെ ഉദ്ദേശ്യം എന്താണ്? പഠന ദൗർബല്യം പരിഹരിക്കൽ. ഇന്റലിജൻസ് സ്റ്റേബിൾ ആകുന്ന പ്രായം ഏകദേശം എത്രയാണ്? 16. കോൺസെപ്റ്റ് ഫോർമേഷൻ സഹായിക്കുന്നത് എന്താണ്? അനുഭവം. പ്രോബ്ലം സോൾവിങ്ങിന്റെ ആദ്യ ഘട്ടം ഏതാണ്? പ്രശ്നം തിരിച്ചറിയൽ. ഹെറോയിസ്റ്റിക് മെത്തേഡ് എന്നാൽ എന്താണ്? കണ്ടെത്തൽ പഠനം. പ്രോജക്റ്റ് മെത്തേഡ് അവതരിപ്പിച്ചത് ആരാണ്? കിൽപാട്രിക്. ഡ്രിൽ മെത്തേഡ് പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിവ് ഉറപ്പിക്കൽ. ഹാബിറ്റ് ഫോർമേഷൻ സഹായിക്കുന്നത് എന്തിനെയാണ്? ആവർത്തനം. മെന്റൽ ഹെൽത്ത് നല്ലത് എപ്പോഴാണ്? സന്തുലിതാവസ്ഥയിൽ. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വ്യായാമം. ഡിഫൻസ് മെക്കാനിസം ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഫ്രോയിഡ്. സൈക്കോ അനാലിസിസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ഡേ ഡ്രീമിംഗ് എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൽപ്പന. ആറ്റിറ്റ്യൂഡ് എന്നത് താഴെ പറയുന്നവയിൽ എന്താണ്? മനോഭാവം. ഇൻട്രസ്റ്റ് വളരാൻ സഹായിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്താണ്? പ്രചോദനം. വാല്യൂസ് വികസിക്കുന്നത് പ്രധാനമായും എവിടെയാണ്? കുടുംബം. പിയർ ഗ്രൂപ്പ് സ്വാധീനം കൂടുതലുള്ള പ്രായം ഏതാണ്? കൗമാരം. ലേണിംഗ് ഔട്ട്കം വിലയിരുത്താൻ ഉപയോഗിക്കുന്നത് എന്താണ്?
ഇവാലുവേഷൻ.